നിലാവ് വിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇതെന്താ പള്ളിക്കാട്ടിലാണോ ഇരിക്കണം എന്നുള്ളൊരു ചിന്ത വേണ്ട കേട്ടോ. പള്ളിക്കാടല്ല, എൻ്റെ പറമ്പ് തന്നെ. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, യൂട്യൂബിലല്ല ഫേസ്ബുക്കിൽ. സുഹൃത്തുക്കളും എന്നെ കേൾക്കുന്നവരും എന്നെ വാച്ച് ചെയ്യുന്നവരെല്ലാം അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പേഴ്സണലായിട്ട് അടുപ്പിലൊരു മെസ്സേജ് ചെയ്തുകൊണ്ട് എന്നോട് ചോദിച്ചു. രണ്ട് കാര്യമാണ് പ്രധാനമായിട്ട് ചോദിച്ചത്. പലതും അന്വേഷിച്ചു. എൻ്റെ അക്കുവിനെ കുറിച്ചിട്ട് അറിയുന്നത്, ഇനി അറിയാത്തവർക്ക് അറിയാണ്. എൻ്റെ അക്കുവിൻ്റെ ഖബറാണ് ഇതിട്ടാ. ഇവിടെയാണ് അക്കുവിനെ അടക്കിയിരിക്കുന്നത്. ഖബർ എന്ന് പറഞ്ഞാൽ അറബിയിലാണ്, കുഴിമാടം എന്ന് പറയും മലയാളത്തിൽ. മനുഷ്യനാണേലും ജീവിയാണേലും ഒക്കെ മണ്ണിനോട് ചേരാൻ അക്കുവിനെ കരുതാനും ഞാനുള്ളതുകൊണ്ട് അവർക്ക് ഏറ്റവും യുക്തമായ ഒരു കുഴിമാടം അല്ലെങ്കിൽ ശാന്തി തീരം ഒരുക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. നാളെ ദൈവം സഹായിച്ച് എനിക്കും അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ആരെങ്കിലും ചെയ്യുമെന്ന് കരുതുന്നു. അപ്പോൾ അത് നമുക്ക് പ്രതീക്ഷിക്കാനേ പറ്റുള്ളൂ. നടക്കുമോ എന്നുള്ള അറിയില്ല. ഇനിയിപ്പോൾ നടന്നാലും നടന്നില്ലെങ്കിലും മരിച്ചതിന് ശേഷം അത്തരം കാര്യങ്ങൾക്കൊന്നും വലിയ റോളൊന്നുമില്ല. ഞാൻ എന്നെക്കുറിച്ച് അറിയാവുന്ന, എന്നെ വീക്ഷിക്കുന്നവർ മൊത്തം ഈ ജീവികളോടുള്ള സ്നേഹമുള്ളവരും ജീവികളുമായി താല്പര്യമുള്ളവരും ഒക്കെ ഉള്ളവരായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർക്കറിയാലോ, ട്രീറ്റ്മെൻറ്റാണ്, ചികിത്സയാണ്. പലപ്പോഴും മരിക്കാനായിട്ടാണ് നമ്മൾ പലവരെയും പല ഭാഗത്തുനിന്ന് എടുത്തിട്ട് വരുന്നത്. അപ്പോൾ ചിലപ്പോൾ മരിച്ചേക്കാം, പക്ഷേ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ അപൂർവമേ സംഭവിച്ചിട്ടുള്ളൂ. മനുഷ്യന്മാർ പലപ്പോഴും റോഡിൽ നിന്നൊക്കെ അപകടത്തിൻ്റെ ഭാഗമായിട്ട് എടുക്കുമ്പോൾ എൻ്റെ മടി കിടന്ന് മരിച്ചിട്ടുണ്ട്. ഞാനപ്പോഴും ജീവികളുടെ എടുത്തു കഴിഞ്ഞാൽ ജീവികൾ മരിക്കാറില്ല. അതിന് ഒരു ഇത്തിഫാക്കായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരൊരു പക്ഷേ രക്ഷപ്പെടാനായിട്ടായിരുന്നുള്ളവും നമ്മളുമായിട്ട് കൂട്ടിമുട്ടുന്നത്, അല്ലെങ്കിൽ നമ്മളവരെ കാണാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ സംഭവിക്കാമെന്ന് വിചാരിക്കുന്നു. മരിക്കാനാണെങ്കിൽ അവർക്ക് വേറെ എവിടെയെങ്കിലും കിടന്ന് മരിച്ചു പോകൂടെ. നമ്മൾ വീടിൻ്റെ മുമ്പിലോ അല്ലല്ലോ, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുമ്പോഴോ അല്ലെങ്കിൽ വേറെ ആരും നമ്മളെ വിളിച്ചറിയിച്ചിട്ടോ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരു ജീവിയുടെ ദുരന്തവുമായി അല്ലെങ്കിൽ വേദനയുമായി ബന്ധപ്പെടുന്നത്. അപ്പോൾ ചിലപ്പോൾ അവർക്ക് രക്ഷപ്പെടാനുള്ളൊരു സമയം തെളിയുമ്പോഴാവും, അത് നമ്മൾ വഴി ഞാനതിനൊരു കാരണമാവുന്നതുകൊണ്ടാവും ചിലപ്പോൾ അവർ രക്ഷപ്പെടുന്നത്. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവികളുമായിട്ട് പലപ്പോഴും നമ്മൾ ബന്ധപ്പെടുന്ന സമയത്ത് വയസ്സായിട്ടും മരിക്കാറുണ്ട്, പിന്നീട് അപൂർവം ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ട് മരിക്കാറുണ്ട്. എങ്കിൽ 100% സംഭവിച്ചിട്ടുള്ളൂ. അതാണ് ഇപ്പോൾ പറഞ്ഞു വന്നത്. അങ്ങനെ സംഭവിക്കാറില്ല. ഏതാണെങ്കിലും വയസ്സായിട്ടും അല്ലാണ്ടൊക്കെ ആയിട്ട് പലരും നമ്മളുടെ അടുത്ത് എൻ്റെ അടുത്ത് തന്നെ ഇവിടെ മരിക്കാറുണ്ട്. അങ്ങനെ അപൂർവമൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ പറമ്പിൽ തന്നെ അവർക്കുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കാലാണ്. അതിൽ നമ്മളായിട്ട് ഏറ്റവും നമ്മൾ വളർത്തിയിരുന്നവർ, നമ്മളായിട്ട് എല്ലാ ക്ലോസിലുള്ളവരായിട്ട് ഹൃദയത്തിനോട് ഏറ്റവും അടുത്തേക്കുന്ന പലരും തന്നെ മരിച്ചു പോയിട്ടുണ്ട്. നമ്മളെ കൂടെ 12 കൊല്ലം 11 കൊല്ലമൊക്കെ കഴിഞ്ഞ് പോയൊരു, ശാരീരികമായിട്ട് മാനസികമായിട്ടും അതല്ലാണ്ട് അടുത്തവർ. അവർ നമ്മൾ അടയാളമൊന്നും വെക്കാറില്ല. ഏകദേശം പിന്നീട് കൈക്കോട്ട് വെക്കാൻ സാധ്യതയില്ലാത്തൊരു ഏരിയ കണക്കാക്കിയിട്ടാണ് അവരിൽ പലരെയും കുഴിച്ചിടാറ്. അക്കുവിൻ്റെ കാര്യത്തിൽ മരണം എപ്പോഴും നമുക്കൊന്ന് അടുത്തിരിക്കാനോ, അക്കു മരിച്ചിട്ടില്ല എന്നല്ല തോന്നലില്ല. മരിച്ചാൽ തന്നെ, ഇപ്പോൾ മരിച്ചതിന് ശേഷം ഇത്തരം കാര്യങ്ങൾക്കൊന്നും വലിയ റോളൊന്നും ഇല്ലെങ്കിൽ പോലും, ഞാൻ മരിച്ചാൽ തന്നെ എൻ്റെ ഖബറിൻ്റെ അടുത്ത് ആരെങ്കിലും വരുമോ എന്നുള്ള ചിന്തക്കൊന്നും വലിയ പ്രസക്തി ഇല്ലെങ്കിൽ പോലും, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് എൻ്റെ ആഗ്രഹം ആരെങ്കിലുമൊക്കെ എൻ്റെ ഖബറിൻ്റെ അടുത്ത് വരണം, എനിക്ക് വേണ്ടി ദ്വാരക്കണം അഥവാ പ്രാർത്ഥിക്കണം എന്നൊക്കെ. അതുപോലെ ഞാൻ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് അക്കു മരിച്ചാലും നമ്മളൊരു കൺസെപ്റ്റ് എപ്പോഴും അക്കുവിൻ്റെ ഒരു സാന്നിധ്യം നമ്മുടെ അടുത്ത് ഉണ്ടാവണം, എനിക്ക് അവൻ്റെ കൂടെ ഇരിക്കാൻ വേണ്ടി പറ്റണം എന്നൊക്കെയാണ്. അപ്പോൾ അവൻ്റെ മരണം എനിക്ക് തലേ ദിവസം മനസ്സിലായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, എന്താണ് അക്കുവിന് പ്രത്യേകത എന്ന് പലരും മെസ്സേജിൽ എന്നോട് ചോദിച്ചു. അവരൊക്കെ ഏറ്റവും അടുത്തതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവസാനിപ്പിച്ചു. കാരണം ഒരു വാക്കുകൊണ്ടോ 2 വാക്കുകൊണ്ടൊന്നും വിശദീകരിക്കുക എന്നൊരു സംഗതി ആയിരുന്നില്ല. അതുകൊണ്ടാണ് ഞാനതൊരു വീഡിയോ ആയിട്ട് സൗകര്യം പോലെ ഒന്ന് മെൻ്റലി ഒന്ന് നോർമലായതിന് ശേഷം പറയാമെന്ന് കണക്കൂട്ടിയത്. അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെയും കഥ ഇത് ഒന്ന് റീച്ചായിട്ട് എന്തെങ്കിലും സംഭവമാവുക എന്നുള്ള അവസ്ഥയിലല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഏടായിട്ട് കഴിഞ്ഞു പോയ, അത്രയും മാനസികമായിട്ട് ഇഴുകിപ്പോയൊരു സംഭവത്തിൻ്റെ ഒരു രേഖപ്പെടുത്തി വെക്കുകയെന്ന് മാത്രമേ ഉള്ളൂ. FBയിലോ യൂട്യൂബിലോ അത് ലോഡായി കിടക്കുന്ന സമയത്ത് പിന്നീട് ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് ആയുസുണ്ടെങ്കിൽ പിന്നീട് എനിക്കൊന്ന് ചെക്ക് ചെയ്യാനോ, എൻ്റെ മരണത്തിന് ശേഷം എന്നെക്കുറിച്ച് അറിയണമെന്ന് ആർക്കെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് അന്വേഷിക്കാനോ ഒക്കെ പറ്റും. അപ്പോൾ എന്തായാലും ഇതൊന്ന് രേഖപ്പെട്ട് കിടക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ചെറുതായിട്ടൊന്ന് ചുരുക്കി പറഞ്ഞു പോവുക എന്ന് കരുതിയത്. അക്കു ഞാനുമായിട്ടുള്ള അടുപ്പം ഇത്രയും സ്പെഷ്യലാവാനുള്ളൊരു പ്രധാന കാരണം, നമ്മൾ നായരോടാണെങ്കിലും മരത്തിനോടാണെങ്കിലും നമ്മളെ വീട്ടിലെ ആരോടാണെങ്കിലും നമ്മളവരോടുമായിട്ട് എല്ലാം സന്തോഷമായിട്ട് കഴിഞ്ഞു പോകണമെന്നില്ല. നമ്മളവരായിട്ട് വഴക്ക് കൂടിയിട്ടാണെങ്കിലും സന്തോഷമായിട്ടാണെങ്കിലും അവരുടെ ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ട് ഏതെങ്കിലും രീതിയിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും ദിവസത്തിൻ്റെ കൂടുതൽ ഭാഗം നമ്മൾ അവരുമായിട്ട് ചിലവഴിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ 2 വ്യക്തിത്വങ്ങൾ തമ്മിലൊരു അടുപ്പം വളരും. അവർ തമ്മിൽ പരസ്പരം കലഹിക്കുകയാണെങ്കിൽ പോലും ആ കലഹം നിലച്ചു കഴിഞ്ഞാൽ 2 കൂട്ടർക്കും ഒരു ശൂന്യത അനുഭവപ്പെടും. അത് വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അത്തരം ഒരു സാമീപ്യം എനിക്ക് വിനയിട്ടുണ്ടായിരുന്നു. അതാണെങ്കിലോ കലഹത്തിൻ്റെയോ തല്ലൂട്ടത്തിൻ്റെയോ ഒന്നുമല്ല. എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 2013 എൻ്റെ ഇതിപ്പോൾ ഒരു പുതിയ ഉണ്ടാക്കിയ വീടാണ്. അപ്പോൾ ഈ വർഷമാണ് താമസിച്ചത്.
അതിന് മുമ്പ് നമ്മൾ ഇതിൻ്റെ ഹൈവേയിലായിട്ട് നമ്മൾ തറവാട്. അവിടെ എൻ്റെ വീട്ടിൽ വേറെ ഡോഗ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും കുറച്ചും കൂടെ ഒക്കെ വിപുലമായിട്ട് ഞാൻ ജീവികളെ ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളും തുടങ്ങിയിട്ടൊന്നുമില്ല. എനിക്ക് അതിനെക്കുറിച്ച് പഠിച്ചു വരുന്ന സമയം അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ വീട്ടിലുള്ള ജീവികളുടെ കാര്യങ്ങൾ മാത്രമേ ഞാൻ നോക്കിയിരുന്നുള്ളൂ. അങ്ങനെ എൻ്റെ വീട്ടിൽ റോഡ് വീലർ പ്രസവിച്ച് കുട്ടികളുള്ള സമയമായിരുന്നു. ആ സമയത്താണ് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവൻ വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന ഇടയ്ക്ക് പറഞ്ഞത് അവൻ്റെ ഒരു സുഹൃത്തിൻ്റെ അവിടെ ഒരു ചാമ്പ്യൻ നായുണ്ട്, ഇമ്പോർട്ട് ചെയ്താണ്, അതിൻ്റെ റോഡ് വീലർ, അതിൻ്റെ ഒരു കുട്ടി അവൻ്റെ ജ്യേഷ്ഠൻ്റെ അവിടെ പ്രസവിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ 6 കുട്ടികളെ കണ്ടുണ്ട്. അവർ ബാങ്ക് ഉദ്യോഗസ്ഥരാണ്. അവർ ഉദ്യോഗസ്ഥർ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുത്തിട്ട് പോകും. ഈ കുട്ടികളെ തിന്നണം, അമ്മേനെ തിന്നണമെന്ന് അറിയില്ല, അസുഖമായിട്ട് ആകെ ചാവാൻ കിടക്കുന്നത്, എന്തെങ്കിലും ചെയ്യുമോ എന്ന് വെച്ചിട്ടുണ്ട്. എനിക്കെന്നിട്ട് കേട്ടപ്പോൾ സത്യത്തിൽ ഓടിപ്പോയിട്ട് എല്ലാത്തിനും കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ പോലും റോഡ് വീലറിനൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അസുഖം വരാണ്ടിരിക്കാനുള്ള സാഹചര്യം വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മളോട് കുട്ടികൾ ഇവിടെ ഉണ്ട്. ഈ വരുന്ന കുട്ടികൾക്കില്ല അസുഖം ഇതിന് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആയിരുന്നുണ്ടെങ്കിൽ ഞാൻ ഇവരെ നോക്കിക്കുന്ന സമയത്ത് ഇവരും മരിച്ചു പോകും. അപ്പം ഞാനൊന്നും മടിച്ച് ഞാൻ പറഞ്ഞ് എന്ത് ചെയ്യാൻ, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്, ഞാൻ നോക്കാം എന്ന് പറഞ്ഞ് ഞാനങ്ങനെ പിടുത്തം വിട്ടു. അന്ന് വൈകിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഉറക്കം കിട്ടിയില്ല. എന്തോ അക്കുവിനോട് ചേരാനുള്ള സമയമായി തോന്നുന്നുണ്ട്. ഞാൻ വൈകിട്ട് എൻ്റെ സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞ് നമുക്ക് അവരൊന്ന് പോയി കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ വീട്ടിൽ പോയി ഈ കുട്ടികളെ അമ്മയും ഒരു കൂട്ടിൽ കിടക്കുന്നതെന്നോ റോഡ് വീലറിൻ്റെ കുട്ടികളെന്ന് പറയില്ല, ചെമ്പൻ കളറായിക്കണം, വൈറ്റമിൻ്റെ ഒക്കെ ശോഷണം കൊണ്ട് ബ്ലാക്ക് രോമൊക്കെ കംപ്ലീറ്റ് ചെമ്പൻ കളറായിക്കണം. അമ്പ ശോഷിച്ച കുട്ടികൾ, വാലൊക്കെ ഇങ്ങനെ ചക്രമാരി വളഞ്ഞ് അമ്പ ശോഷിച്ച എലിവാലും വരുന്ന കുട്ടികൾ എല്ലാത്തിനും കൊണ്ടുപോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ കൂടെ അങ്ങനത്തെ ഒരു അവസ്ഥയാണ്, വേറെ കുട്ടികളുണ്ട്. അതുകൊണ്ട് ഇതിൽ ഒരെണ്ണത്തിനെ ഞാൻ കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒരെണ്ണത്തിനെ, ഒരു ആൺകുട്ടിനെ ഞാൻ എടുത്തിട്ട് പോകുന്നു. അതാണ് അക്കു. അതിനെടുത്ത് തുടർന്നിട്ട് ഞങ്ങൾ വീട്ടിൽ തലക്കലിൻ്റെ മേലെ കുളിപ്പിക്കാൻ വേണ്ടി നിർത്തിയിട്ട് ഞാനിങ്ങനെ നോക്കി. പഗ്ഗിനെ പോലെ വാല് ചുരുണ്ടിട്ടും ചുവപ്പ് കളറോ ചെമ്പൻ കളറില്ല ഒരു ശോഷിച്ചൊരു കുട്ടി. അതിൻ്റെ ഫോട്ടോ ഉണ്ട്, ഞാൻ അതിൽ ആഡ് ചെയ്യാം. എൻ്റെ ഈ ഡോഗ്സുമായിട്ടും മറ്റ് ജീവികളുമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഒരു കാലഘട്ടം തുടങ്ങുന്നൊരു സമയമായിരുന്നു. അപ്പോൾ ഇവനെ എനിക്കൊരു സ്കൂളുമാരിയായി. അങ്ങനെ ഇവനെ നിർത്തി അന്ന് മുതൽ ഇവനെ പരിചരിച്ച് വന്ന് ഇവൻ്റെ എല്ലാ ഹെൽത്തും സെറ്റ് ചെയ്ത് ഞാൻ കാണുന്നത് എന്താണോ ചെയ്യുന്നതിൻ്റെ 10 മടങ്ങ് റിസൾട്ട് അവനിൽ കാണാൻ തുടങ്ങിയപ്പോൾ എനിക്കതൊരു ആവേശമായി മാറി. അങ്ങനെ എല്ലാ നിലക്കും ഞങ്ങൾ ട്രെയിൻ ചെയ്ത് നല്ല രീതിയിലായി. ചുരുക്കി പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊക്കെ പറയുമല്ലോ, ഡോഗ് ഷോയിലൊക്കെ സാധാരണ 90% കാണുന്ന കേസുകളൊക്കെ അപൂർവമാണ്. ഇവിടുന്ന് ഒരു കുട്ടീനെ എടുത്ത് പ്രത്യേകിച്ച് റോഡ് വീലർ ചാലഞ്ചിങ് വിഭാഗമുണ്ട്. ഒരുപാട് മത്സരങ്ങളിലെ നല്ല വെല്ലുവിളിയിലൊരു സെക്ഷനാണ്. ആ സെക്ഷനിൽ ഒരുപാട് ഇവിടുന്ന് തന്നെ കുറച്ച് ഏതെങ്കിലും കുട്ടികളെ എടുത്തിട്ട് ട്രെയിൻ ചെയ്തിട്ട് ചാമ്പ്യൻ ആവാൻ വെച്ചാൽ എളുപ്പമല്ല പണിയല്ല. അപൂർവം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിലുള്ളൂ. ആരെങ്കിലും ഒക്കെ അറിയുന്നവരുണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്തോളൂ. പക്ഷേ എൻ്റെ അറിവിൽ അങ്ങനെ ഇല്ല. ഉണ്ടായിരിക്കാം, ചിലപ്പോൾ 1-2 കേസുകൾ ഉണ്ടായിരിക്കാം. ഏതാവട്ടെ, ഇവിടെ സാധാരണ 99% സംഭവിക്കുന്ന കേസ് പുറത്തുനിന്ന് യൂറോപ്പിൽ നിന്ന് അവിടെയും ഇവിടെയൊക്കെ 4ഉം 5ഉം ഒക്കെ കൺട്രികളിൽ ഓൾറെഡി വിന്നിങ് ചെയ്ത ഡോഗ്സിനെ അവരെ പ്രൊജക്റ്റ് അവർക്ക് ഞാനൊന്നും ചെയ്യാമെന്ന് തോന്നുന്ന സമയത്ത് ഇങ്ങോട്ട് വിൽക്കലാണ്. അതിലത്തെ കുട്ടികളും വെക്കും നല്ലതായിട്ട് ഇങ്ങനെ നോക്കിയിട്ട്. അങ്ങനെ ഇവിടെ ഒരു നല്ല വില കൊടുത്ത് അതിനെ കൊണ്ടുവരും. അതിന് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, വിന്നിങ് ഒക്കെ ഉണ്ടെങ്കിൽ, ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഷോയിൽ ഇറക്കിയിട്ട് അതിനെ പിടിച്ച് നിന്നിട്ട് ഇവിടെ ചാമ്പ്യനാക്കുക. എന്നാലും ഒരുപാട് പൈസ ഇറക്കണം, ഒത്തിരി പണിയുണ്ട്, നല്ല ലക്ക് വേണം, എങ്കിലേ സംഭവിക്കും. വ്യത്യസ്ത ജഡ്ജിമാരിൽ നിന്ന് വ്യത്യസ്ത റിങ്ങുകളിൽ CC അഥവാ ചാലഞ്ച് സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോഴാണ് ഒരു ഡോഗ് ചാമ്പ്യനാവുക. അത് എളുപ്പമുള്ളൊരു പണിയല്ല. നിങ്ങൾക്ക് ഈ ഫീൽഡ് ഡോഗ്സുമായി ബന്ധപ്പെട്ടവർക്ക്, ഡോഗ് ഷോയുമായി ബന്ധപ്പെട്ടവർക്ക് അറിയുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ എന്താണതെന്നുള്ളത്. അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഞാൻ ഈ അക്കുവിനെ ട്രെയിൻ ചെയ്ത് അവൻ ഏകദേശം 2 വയസ്സായ സമയത്ത് എനിക്ക് തോന്നി, എനിക്ക് ഷോ ഇറങ്ങി പരിചയമില്ല, എന്നാൽ പോലും ഡോഗിന് നല്ല ക്വാളിറ്റി, എൻ്റെ അതുവരെയുള്ള അനുഭവം വെച്ചിട്ട് അക്കു എല്ലാം തികഞ്ഞൊരു നായായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇതിനെയും പിടിച്ചിട്ട് ഷോയിലൊന്ന് പോകണം. നായക്ക് ക്വാളിറ്റി ഉണ്ട്, ഇനി അതവിടെ പെർഫോം ചെയ്യുമെന്നില്ലെങ്കിൽ നമ്മളെ ലെക്കിനനുസരിച്ചിരിക്കും. അതിലുപരി ഈ ഷോ ലാംഗ്വേജും കാര്യങ്ങളും ഷോയുടെ എക്സ്പീരിയൻസും എനിക്കുണ്ടായിരുന്നില്ല. എന്നാലും എൻ്റെ മനസ്സിലൊരാഗ്രഹം തോന്നി ഇവനെയും കൊണ്ട് ഷോയിലൊന്നും ഇറങ്ങണമെന്നില്ല. അങ്ങനെ തൃശ്ശൂർ ഷോ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ തന്നെ നമ്പർ 1 ഷോകളിലെ ഒരു ഷോ ആണ് തൃശ്ശൂർ ഷോ. അങ്ങനെ തൃശ്ശൂർ ഷോയിൽ 2018 ഞാൻ ഇറക്കി. അങ്ങനെ ഡോഗിനെ ഇറക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് നമ്മളെ സമയം എല്ലാം കൂടെ നമുക്ക് ഉണ്ടാവില്ല, ഒരു നല്ല സമയം അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നമുക്കെല്ലാം അനുഗ്രഹമായി വരുന്ന സമയത്ത് ഓരോ കാരണങ്ങൾ ഇങ്ങനെ മുട്ടി വരും. അങ്ങനെ നമ്മളൊരു സുഹൃത്തിൻ്റെ ഇതിൽ അവിടെ പരിചയം, ഞാൻ അതുവരെ ഫേസ്ബുക്കിലൊക്കെ ഏകദേശം അറിയായിരുന്ന അപ്പൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രെയിനറുണ്ട്, ഡോഗ് ട്രെയിനറിലെ, അവന് ഡോഗുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായിരിക്കും. അപ്പോൾ എൻ്റെ സുഹൃത്തുണ്ട് ബഷീർ പറഞ്ഞു അപ്പൂസിൻ്റെ കയ്യിൽ മെയിൽ ഡോഗില്ല, നമ്മളൊന്ന് ചോദിച്ചു നോക്കിയാലോ അപ്പൂനെ കൊണ്ട് ഇറക്കി പോകുന്നില്ല. അപ്പോൾ എനിക്കും താല്പര്യമായി, കാരണം എനിക്ക് ഇനി ഡോഗിന് കഴിവുണ്ടെങ്കിൽ പോലും റിങ്ങിൽ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹാൻഡ്ലറെ കഴിവാണ്. അപ്പോൾ എൻ്റെ ഒരു കഴിവ് കൊണ്ട് ഇതിനൊന്നും കിട്ടാതെ പോകണ്ട, അല്ലെങ്കിൽ ഇവനൊന്നും ആവാതെ പോകണ്ട, വിൻ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കരുതിയിട്ട് എന്നാൽ ഞാൻ പറഞ്ഞു എന്നാൽ ചോദിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൂസിനോട് ബഷീർ സംസാരിച്ചപ്പോൾ അപ്പൂസ് 2 ഫീമെയിലായിട്ടാണ് വന്നിരിക്കുന്നത്, മെയിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവനോട് പറഞ്ഞു ഞാൻ ഒന്ന് പിടിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ പിടിച്ച് ഞാൻ ഡബിൾ ഹാൻഡിൽ ചെയ്ത്. അപ്പോൾ അവൻ പറഞ്ഞു ഓക്കെയാണ്, നമുക്ക് പിടിച്ച് നോക്കട്ടെക്കാന്ന് പറഞ്ഞു. എന്നാൽ ശരി എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൂസ് റിങ്ങിലിറക്കി. എന്തോ ദൈവാനുഗ്രഹം അങ്ങ് വർഷിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 2 ദിവസം തൃശ്ശൂർ ഷോയിൽ ഞാൻ പോയ കാറിൻ്റെ ബാക്ക് സീറ്റ് മൊത്തം
കപ്പും സർട്ടിഫിക്കറ്റും സാധനങ്ങളൊക്കെ ആയിട്ട് അവർ വെച്ച് വന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ റിങ്ങിൽ ചരിത്രം ഡോഗ് ഷോയുടെ ചരിത്രത്തിൽ ആദ്യമാണെന്ന് ഞാൻ പറയുന്നില്ല, ഇവിടെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. ഡോഗ് ഷോയിൽ വിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഡോഗുമായി ബന്ധപ്പെട്ടവർക്ക് അറിയാം. ഏറ്റവും നല്ല ഷോയിൽ ഏറ്റവും നല്ല ജഡ്ജിമാരുടെ മുമ്പിൽ ഒരു ഷോയിൽ തന്നെ എല്ലാ റിങ്ങിലും സീസ് ചെയ്തിട്ട് വിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ചരിത്രമായിരിക്കും. അതിൻ്റെ അക്കുനാണ് സംഭവിച്ച് ഓന് പുതിയൊരാൾ അപ്പോസ് ഹാൻഡിൽ ചെയ്തിട്ട് പോലും ഒരു തല ഇറിറ്റേഷനൊന്നും കാണിക്കാതെ പുറത്തുനിന്ന് ഡബിൾ ഹാൻഡ് ചെയ്ത് നിന്ന് എന്നെ മാത്രം ഫോക്കസ് ചെയ്ത് നിന്നു, നല്ലപോലെ വിൻ ചെയ്തു. ഒരൊറ്റ ഷോ കൊണ്ട് തന്നെ അക്കു ചാമ്പ്യനായി. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഈ ഡോഗ്സിൻ്റെ ക്ഷേമവും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചാണെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ ചിലവാക്കിയിട്ട് അന്നൊന്നും ഇത്ര വരുമാനമോ കാര്യങ്ങളൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ഒരു ബിസിനസ്സിൻ്റെ സ്റ്റാർട്ടിങ് ആയിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഷോ എന്ന് പറഞ്ഞാൽ ഒരു സന്നാഹ സുഹൃത്തുക്കളും ഇതൊരു താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരായിട്ട് ഷോയിൽ പോവുക, അവിടുന്ന് ഷോയിൽ പാർട്ടിസിപ്പേഷൻ ചെയ്യുക, 1-2 ദിവസം താമസിക്കുക, ഏകദേശം 1 ലക്ഷം രൂപയുടെ മേലാണ്ട് പൊട്ടും. എന്നിട്ട് ചിലപ്പോൾ ഒന്നും കിട്ടാണ്ട് മടങ്ങി വരേണ്ടും ചേരും, നിരാശവാക്കി തന്നെ. അപ്പോൾ നമ്മൾ ഇത് എളുപ്പമല്ല, എന്നെപ്പോഴൊന്നും ലൈഫിൽ ഒരിക്കലും സംഭവിക്കുന്ന കേസല്ല. എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പോയി തുടങ്ങുന്ന തൃശ്ശൂർ ഒരൊറ്റ ഷോ കൊണ്ട് ഇന്ത്യൻ ചാമ്പ്യനായി മാറിയേക്കും. നമുക്ക് സമൂഹത്തിലോ നമുക്ക് അറിയപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ നമ്മളൊരു സ്റ്റേജിൽ എത്തിച്ചു കഴിഞ്ഞാൽ അതിനെങ്കിലും നമ്മളൊരു നന്ദി കാണിക്കണ്ടേ. അതാണ് അക്കുനൈറ്റിലെ രണ്ടാമത്തെ ബന്ധം. ഒന്നാമത്തെ അവനും ഞാനും കണ്ടുമുട്ടി അന്ന് മുതൽ മരണം വരെ അത്രയും ചേർന്നിട്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞാൽ ഒരു ടൈറ്റിൽ ഞാൻ അന്ന് പോസ്റ്റ് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു, മാനസികമായും ശാരീരികമായും നിന്നോളം ഇഴുകിച്ചേർന്ന ഒരാളെനിക്കില്ല എന്നുള്ളത്. അത് സത്യമാണ്. ആ ഒരു ഇതിൽ നേരെ മറിച്ച് മെക്കാനിക്കലായിട്ട് നമ്മൾ എന്തിൻ്റെയും പിന്നാലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെറ്റീരിയലിസത്തിൻ്റെ ഒരു കാലഘട്ടമാണല്ലോ. നമ്മൾ ലാഭത്തിന് വേണ്ടിയിട്ട് മാത്രം ആഗ്രഹിക്കുക, സ്നേഹിക്കുക, ജീവിക്കുക, ആ ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ നമ്മളിങ്ങനെ പറയുന്നത് ചിലപ്പോൾ ഒരു വിഡിത്തായിരിക്കും, എനിക്ക് വട്ടാന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. ഏതാണെങ്കിലും അപ്പോൾ നമ്മൾ അത്രയും അടുപ്പം എന്തെങ്കിലും ഒരു വ്യക്തിനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരും നമ്മളും തമ്മിൽ മരിച്ചാലോ ജീവിച്ചാലോ എത്രമാത്രം വിഷമം നമുക്ക് അവർക്കോ പരസ്പരം പിരിഞ്ഞു കഴിഞ്ഞാണ്ടാവും. പിരിഞ്ഞതിനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി പറ്റുമോ? ഇത് മനുഷ്യ സഹജമാണ്, അതിലപ്പുറമൊന്നുമില്ല. അപ്പോൾ എന്നെ ഇവനോളം ചേർന്ന് വേറെ ആരുമില്ല. ഇനി ഞാൻ അവനെ സ്നേഹിച്ചെന്നതിൻ്റെ അളവ് ഇപ്പം നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷേ അവൻ എന്നെ സ്നേഹിച്ച എന്നതിൻ്റെ അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവൻ ഞാനുമായി കണ്ടുപിടി, അതാ ജനിച്ച ഏകദേശം ആ ഒരു 45 ദിവസമുള്ളപ്പോൾ ഞാൻ എടുത്തത്. അന്ന് മുതൽ മരിക്കുന്നവരെ എന്നെക്കുറിച്ചല്ലാതെ വേറെ ഒന്നിനെ കുറിച്ചിട്ടും അവൻ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അവൻ ജീവിച്ചത് മൊത്തം എനിക്ക് വേണ്ടിയിട്ടാണ്. അതൊരാഗ്രഹമല്ല, അത് ഡോഗുമായി ബന്ധപ്പെട്ടവർക്കറിയാം അവരെങ്ങനെയാണ് നമ്മളെ പരിഗണിക്കുന്നത് എന്നുള്ളത്. അത് നന്ദിയുടെ ഭാഗമൊന്നുമല്ല. ഈ മരിക്കുന്നതിൻ്റെ തലേ ദിവസം ഞാൻ അവൻ്റെ ഫുഡോടെയൊക്കെ 6 മണിക്ക് കഴിയും. ഞാൻ വൈകിട്ട് റോട്ടിൽ തെരുവിലുള്ള പിള്ളേർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 10 മണിക്ക് ഇറങ്ങിയിട്ട് അവരെ ഫുഡ് ഇവിടെ പുറത്ത് അടുക്കളയിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇവന് പൊതുവെ എവിടെയെങ്കിലും കിടന്നുറങ്ങണം. നമ്മൾ പതിവില്ലാണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ മുട്ടുകാലിനോട് ഇങ്ങനെ ചേർന്ന് ഇങ്ങനെ നിന്ന്. അപ്പോൾ എന്താണ് മോനെ അക്കു എന്ന് വെച്ചാൽ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ശാരീരികമായിട്ട് വല്ല പൊട്ടലോ അസുഖമോ വേറെ എന്തെങ്കിലും പ്രായമായാലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ അപ്പം തന്നെ പരിഹരിക്കും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഞാൻ അവരോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് വെച്ച് പറഞ്ഞ് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ തട്ടിമുട്ടി നിൽക്കുകയാണ്, വേറെ ഒന്നും ഉണ്ടെന്നൊന്നുമില്ല. അപ്പോൾ അന്ന് ഈ ഒരു അനുഭവം ഉണ്ടായപ്പോൾ അപ്പം ഞാൻ കണക്കൂട്ടി ഇവന് മുന്നോട്ട് പോകാൻ സാധ്യതയില്ല, അവൻ ഇന്ന് രാത്രി മരിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നി. പിന്നെ എല്ലാ സൗകര്യവും ചെയ്ത് കൊടുത്തിട്ട് ഞാൻ പോയി കിടന്നുറങ്ങി. വേറെ ഒന്നും ചെയ്തൊന്നുമില്ല. പിറ്റേ ദിവസം രാവിലെ നേരത്തെ ഞാൻ 4:45 നമ്മൾ പ്ലാന്റിലേക്ക് പോകും. ആ 4 എണീറ്റ് നോക്കുന്ന സമയത്ത് ഞാൻ കിടന്നുറന്ന് എണീറ്റിട്ട് തൊട്ടപ്പുറത്ത് പോയിട്ട് മണ്ണിൽ കൂടെ ഇറങ്ങിപ്പോയിട്ട് ഒരു തെങ്ങിൻ്റെ കടൻ്റെ അവിടെ കിടന്നിട്ട് മരിച്ചിരിക്കണം. പിന്നെ ഒന്നും ചെയ്തില്ല. അപ്പം തന്നെ ഞാൻ ചെയ്തത് മീസാങ്കല്ല് വിളിച്ച് ബുക്ക് ചെയ്യലാണ്. ഈ മീസാങ്കല്ല് വിളിച്ചിട്ട് എത്തിക്കാലം അറേഞ്ച് ചെയ്തിട്ട് അതിന് പേര് ചെയ്താലുള്ള ഏർപ്പാടെല്ലാം ക്ലിയർ ആക്കിയതിന് ശേഷം ഞാൻ അതുവരെ അവനവിടെ മൂടി വെച്ചെല്ലാം സംസ്കാരം കഴിഞ്ഞതിന് ശേഷം ഞാനൊരു 9-9:30 മണിക്ക് വർക്ക് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഇവനെ സംസ്കരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ചാപ്റ്റർ. ഞാനിത് റീൽസും ആയിട്ട് ഇതിൻ്റെ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ പൊതുവേ മരണവും കാര്യങ്ങളൊന്നും അറിയിച്ചിട്ട് ഞാൻ ലൈക്ക് പിടിക്കാൻ നടക്കാറില്ല, റിപ്പിട്ടിട്ട്. പക്ഷേ ഇത് നമ്മളുണ്ടല്ലോ, സന്തോഷമാണെങ്കിലും നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇരട്ടിക്കും. അതുപോലെ ദുഃഖമാണെന്ന് നമ്മൾ ആരുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് വല്ലാണ്ട് കുറഞ്ഞു പോകും. സ്വാഭാവികമായിട്ട് ഇതൊന്ന് നമുക്ക് അത്രയും ക്ലോസ് ഉള്ള ആൾക്കാരായിട്ട് ഇവിടെ എൻ്റെ വീട്ടിൽ നിന്നല്ലാണ്ട് വേറെ പുറത്തുള്ളവരായിട്ട് ഇത് അങ്ങനെ പറഞ്ഞാൽ അത് മനസ്സിലാവുന്ന രീതിയിലുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് നേരെ കിട്ടാനില്ല. അപ്പം നമുക്ക് ഒരു പോസ്റ്റ് ഇടുമ്പോൾ അത്യാവശ്യം എന്തെങ്കിലും പറഞ്ഞോ തീരുന്ന സമയത്ത് ഒരു പകുതി സമാധാനമാണ്. അങ്ങനെ പലരും എന്നോട് പറഞ്ഞു അതെന്തങ്ങനെ മീസാങ്കിൽ വെച്ചിട്ട്. അപ്പം ഇനി അതും കൂടെ ഒന്ന് പറഞ്ഞു പോവാം. ഏതായാലും പറഞ്ഞു വന്നല്ലോ. 2 കാര്യം കൂടെ, 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാനതിൽ നോട്ട് ചെയ്തത്. ഒന്ന്, ഞാൻ എന്തുകൊണ്ട് ഇവനക്ക് മാത്രമായിട്ടൊരു സ്മാരകം ഒരുക്കി, അതിന് മാത്രം എന്താണ് നിങ്ങൾ തമ്മിൽ ബന്ധമൊന്നുമില്ല. അതാണ് ഞാൻ ഇപ്പോൾ ചുരുക്കി പറഞ്ഞത്. സ്വാഭാവികമായിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ തമ്മിൽ ഇത്രയും ആത്മബന്ധം ശാരീരികമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് നമുക്ക് അവനെ കൂടിയിട്ട് മരിച്ച് എന്ന അവസ്ഥ കൂടെ നമുക്ക് അവനെ പിരിഞ്ഞിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് സ്മരണ ഒരുക്കിയത്. ഇനി 1-2 ആൾക്കാർ ചോദിച്ചു, അതെന്തിനാ നിങ്ങളെ മതസ്ഥരോ അല്ലെങ്കിൽ വേറെ ആരെല്ലോ കലാപം ഉണ്ടാക്കൂലേ, എന്തിനാണ് മീസാങ്കല്ല് കുത്തിയത് എന്നല്ലേ ചോദിച്ചു. മീസാങ്കല്ല് എന്ന് പറഞ്ഞിട്ട് ഈ ഖബറിൻ്റെ മേലെ നാട്ടുന്ന ഈ കല്ല് എന്ന് പറയുന്നത്, ഈ ഖബറിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖബറിൽ മരിച്ച് കിടക്കുന്ന വ്യക്തി അവിടെ കിടന്നിട്ട് നശിച്ചു പോകുമെന്ന് പറയാം, റൂഹും വേറെ മാറുമെന്ന് പറയാം, എല്ലാം അറിയാം. എങ്കിൽ പോലും ആ ഖബറിൻ്റെ അടുത്ത് വന്നിട്ട് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നുണ്ടെങ്കിൽ അയാൾക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടുമെന്നാണ് ഇസ്ലാമികമായിട്ട് പഠിപ്പിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഖബർസ്ഥാനിലും പൊതുസ്ഥലങ്ങളിലല്ല ഖബർസ്ഥാനിലൊക്കെ പോയി ഇനി 100 കണക്കിന് ഖബർ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഏത് ഖബറാണ് എൻ്റെ പടയിൽ എനിക്ക് വേണ്ടപ്പെട്ടവരെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അടയാളത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന സാധനമാണ് ഈ മീസാങ്കല്ല് എന്ന സാധനം. ഇതിൽ ആഡംബരം തന്നെ പാടില്ല എന്നത് മഹാന്മാർ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഇതിപ്പോൾ
പെയിൻ്റ് അടിക്കാനോ കാര്യങ്ങളൊന്നും പാടില്ല. പിന്നെ നമ്മൾ ഈ പേര് വ്യക്തമായി കാണാൻ വേണ്ടി മാത്രമാണ് ലോക്കൽ പെയിൻ്റ് അടിച്ചിട്ട് ഇതിമ്പോൾ പേരും ഡേറ്റും കാര്യങ്ങളും എഴുതുന്നത്. എന്നാൽ നാട്ടിൽ നിന്ന് നടന്നിരിക്കുന്ന എല്ലാവരും അവസ്ഥ അല്ല. പൊതുവേ ചില ആൾക്കാരുടെ പരിപാടി ഉണ്ട്, പള്ളിയിൽ നിന്ന് നമസ്കരിച്ചതിന് ശേഷം ഖബറിൻ്റെ അടുക്ക് ദ്വാ ഇറക്കാനെന്ന് പറഞ്ഞിട്ട് പോകും. ഇത് എൻ്റെ മഹലിൽ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം പ്രത്യേകമായിട്ട് ഉണർത്തുന്നു. അണ്ടത്തോട് പള്ളീൻ്റെ തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട് മേഖലയിൽ പുന്നൂർക്കുളം പഞ്ചായത്തിൽ വല്ല അണ്ടത്തോട് മഹലിലാണ് ഞാൻ ജുമാക്ക് പോകുന്നത്. ഇതാണ് എൻ്റെ മഹലിൻ്റെ പരിധി. ഈ മഹലിൻ്റെ പരിധിയിൽ ഞാൻ എപ്പോഴും ഒന്നാം നിലയിൽ കയറിയിട്ടാണ് എനിക്ക് ഒരു സ്പേസ് ഉണ്ട്. മിക്കവാറും സ്പേസ് ഉണ്ടെങ്കിൽ ഞാൻ അവിടെ നമസ്കരിക്കാതിരിക്കുക. അപ്പോൾ നമസ്കരിക്കാതിരുന്നതിന് ശേഷം പ്രധാനപ്പെട്ട ജുമാ കഴിഞ്ഞതിന് ശേഷം സുന്നത്ത് നമസ്കരിക്കാനൊക്കെ ആയിട്ട് ജനലിൻ്റെ സൈഡിലേക്ക് മാറും. അപ്പോൾ ജനലിൻ്റെ സൈഡിലേക്ക് മാറിയുമ്പോൾ ലേശം കാറ്റുകൊണ്ടിട്ട് ഖബർസ്ഥാനിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നൊരു അഭ്യാസമാണ്, ഖബറിൻ്റെ അടുത്ത് ദ്വാരക്കാൻ വന്ന ആൾക്കാർ കുറച്ച് നേരം അവിടെ ഇരുന്ന് എന്നിട്ട് കുറഞ്ഞ് ദ്വാരുന്നതിന് ശേഷം പിന്നെ അവർക്ക് എന്തോ ഒരു തോന്നലാണ്, അവരെ വേണ്ടപ്പെട്ടവരടുക്ക് എടുക്കണമെന്നൊരു തോന്നലാകുമ്പോൾ അവർക്ക് ഭക്തിയാണോ ആരാധനയാണോ ബഹുമാനോ എന്താ വരണമെന്ന് എനിക്കറിയില്ല. അവർ മെല്ലെ ഇതിമൊന്ന് തൊടും, എന്നിട്ട് തൊട്ടിട്ട് അതൊന്ന് ഇങ്ങനെ വെക്കും, പിന്നെ ഒന്ന് ഇങ്ങനെ വെക്കും, പിന്നെ അതിമൊന്ന് തലോടും. ഇത് ഇസ്ലാമികമായിട്ട് തനിച്ച വടക്ക് പരിപാടിയാണ്. ഇതിന് ഞാൻ ഇസ്ലാമികമായിട്ട് അറബിയിൽ 1-2 വാക്കുകൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ട അതിൻ്റെ വിശദീകരണത്തിന് ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇത് ഇസ്ലാമികമായിട്ട് നിഷിദ്ധമായ സംഗതിയാണ്. ഒരു നിലക്കും ചെയ്യാൻ പാടില്ലാത്തൊരു സംഗതിയാണ് ഈ ഒരു സംഗതി. ബഹുമാനിക്കാൻ പാടില്ലാത്തൊരു സാധനത്തിനെ ബഹുമാനിക്കരുത് എന്ന് മാത്രമല്ല അതിൻ്റെ പ്രശ്നങ്ങൾ, ഇത് വേറെ ഒന്നിലേക്ക് വഴി തുറക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം. അത് ഞാൻ ഇപ്പോൾ ഇവിടെ വിശദീകരിക്കുന്നില്ല, അതിൻ്റെ സമയം നമുക്കില്ല, അതുകൊണ്ടാണ് പറയാത്തത്. അപ്പോൾ ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല. ബന്ധപ്പെട്ട ആൾക്കാർ ഇത് ഇങ്ങനത്തെ ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ടെന്ന് നിങ്ങളിത് പള്ളിയിലോ മറ്റുള്ളവരോടോ വ്യക്തികളോടോ പറഞ്ഞിട്ട് ഖബറിൻ്റെ അടുത്ത് ദ്വാരക്കാനോ അതിലോ ഖബറിൻ്റെ ആളുകൾക്ക് സലാം വേണ്ടി ചെല്ലാൻ വേണ്ടി, ഖബറാളികൾക്ക് ദ്വാരക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നവർ ഖബറിൻ്റെ അടയാളത്തിനായിട്ട് നാട്ടിയിരിക്കുന്ന കല്ലിൽ പിടിച്ച് മുത്തുകയോ അതിനെ തലോടുകയോ അതിനെ ബഹുമാനിക്കുകയോ ചെയ്യരുത്. ഇത് അനിസ്ലാമികമായൊരു സംഭവമാണ്. ഇത് മനസ്സിലാക്കി വെക്കുക. അനിസ്ലാമികമാണെന്ന് മാത്രമല്ല അത് ഷിർക്കിൽക്ക് വഴി തുറക്കുകയും ചെയ്യും. നമുക്ക് ബഹുമാനിക്കേണ്ട വ്യക്തികൾ, ബഹുമാനിക്കേണ്ട സ്ഥാനങ്ങൾ, ബഹുമാനിക്കേണ്ട ചിഹ്നങ്ങൾ, ബഹുമാനിക്കേണ്ട പലതും ഇസ്ലാമിൽ പഠിപ്പിക്കുന്നുണ്ട്. അത് ബഹുമാനമാണ്. ബഹുമാനം വേറെ, ആദരം വേറെ, ആരാധന വേറെയാണ്. അപ്പോൾ ഇത് വിവരമല്ല അജ്ഞതയാണ് കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ ബഹുമാനം ആദരവിൽക്കും ആദരവ് ആരാധനയിൽക്കും മാറിപ്പോവും. അതോടെ ഈ ഒരു പരിധിയിൽ നിന്ന് പുറത്ത് ചാടിപ്പോവും. അങ്ങനെ ഒരു പ്രശ്നം ഇതിനുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. ഇനിയൊരു തമാശ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ അക്കുവിൻ്റെ ഇത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഈ ഖബർ ഇങ്ങനെ കാണുന്ന സമയത്ത് ആ ഒരു ഓർമ്മയിലാന്ന് തോന്നുന്നുണ്ട്. ഞാൻ പിന്നത്തെ 2 ജുമാക്കും ഞാൻ അവിടെ പോയ സമയത്ത് പ്രത്യേകം ഖബർസ്ഥാനിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. ആ നോക്കുന്ന സമയത്ത് ഇനി എൻ്റെ മഹല്ലർക്കാരെങ്കിലും അത് ആരാ ചെയ്യുന്ന സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ പറയുന്നില്ല, ഞാൻ എന്നോട് ചോദിച്ചാൽ വ്യക്തമായിട്ട് പറഞ്ഞുതരാം ഇന്ന ആളും കുട്ടിയാണ് ചെയ്തതെന്നുള്ളത്. ആളെനിക്ക് വ്യക്തമായിട്ട് അറിയും ചെയ്യുക. ഞാൻ അറിയുന്ന ഒരാളാണ് ഇത് ചെയ്തിരുന്നത്. എന്ത് ഖബറുമ തൊടുക എന്ന് മാത്രമല്ല, മൂപ്പര് കാണിച്ചൊരു അക്രമം എന്താണെന്ന് വെച്ചാൽ അതിന് ഒരു ചെടി ഇങ്ങനെ വളർന്നു നിന്നിരുന്ന ഒരു മൈലാഞ്ചിരി ചെടി, അതിൻ്റെ ഒരു ഇല പൊട്ടിച്ചിട്ട് അയാളൊരു ഇല പോക്കറ്റിലിട്ടു, അതിൽ നിന്ന് ഒരു ഇല തൊട്ടടുത്ത് നിൽക്കുന്ന കുട്ടിയുടെ പോക്കറ്റിലിട്ട് കൊടുത്തു. എൻ്റെ തമ്പുരാൻ, ഇത് കണ്ടിട്ട് ഒരു മുസ്ലിമാന്നുള്ള നിലയ്ക്ക് എനിക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് വിഷമം ഉണ്ടായെന്ന് മാത്രമല്ല, സത്യത്തിൽ വേറൊരു കോണിലൂടെ നോക്കുമ്പോൾ ചിരിയും വരുന്നുണ്ട്. ഇവർ മുസ്ലിമാണെന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ നമസ്കരിക്കാൻ വരുന്നത്. ഇവർ ഖബറിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് നമസ്കാരമൊക്കെ, അതിൻ്റെ എന്ത് കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ഇവർ മനസ്സിലാക്കിയിട്ടുണ്ടാവുക എന്നുള്ളൊരു കോമഡിയും തോന്നുന്നുണ്ട്. ഇത് ആൾക്കാർ നിർത്താത്ത എന്തുകൊണ്ടായിരിക്കും? പലപ്പോഴും പള്ളിയിലൊക്കെ ഇത് ഉണർത്തുന്നുണ്ട്, എന്നാൽ പോലും ഇത് മനുഷ്യൻ്റെ മനസ്സിലേക്കാണ് കയറുന്നില്ല. കാണുന്നതിനെ ബഹുമാനിക്കുക, ആദരിക്കുക, ആരാധിക്കുക എന്നുള്ള അവസ്ഥ ഇസ്ലാമിലില്ല. എല്ലാത്തിൻ്റെ ഒരു അടിസ്ഥാനമുള്ള പോക്കാണ്. നമ്മളെ മാറ്റർ അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്തുകൊണ്ട് ഇത് കുത്തി എന്ന് പറഞ്ഞാൽ, ഇത് കുത്തിയ ഒരു ചുക്കും ഇവിടെ സംഭവിക്കാനില്ല. ഇത് നായയുടെ തലക്കും കുത്താ, വേറെ എവിടെയും കൊടുന്ന് കുത്താ, എന്നിനും കുത്താ. കാരണം ഇതിൻ്റെ ഈ ചിഹ്നമൊക്കെ ഉണ്ടല്ലോ, അത് ചുമ്മാ ബിസിനസ്സിന് വേണ്ടി ഭംഗിയാക്കിയിരിക്കണം. ഒരു കുറ്റി കുത്തിയാലും മതി, ഒരു കല്ല് കുത്തിയാലും മതി, ഒന്നും കുത്തിയില്ലെങ്കിലും കുഴപ്പമില്ല. മാത്രമല്ല ഖബർസ്ഥാനിലൊക്കെ ഒരാളെ മയ്യത്ത് ഖബറടക്കി കഴിഞ്ഞാൽ അവിടെ കല്ല് കുത്തൽ മാത്രമല്ല, വേറൊരാളെ മയ്യത്ത് അവിടെ വരേണ്ട സമയത്ത് അവിടെ അത് വെക്കാൻ സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ എത്ര വലിയ മാർബിളിൻ്റെ കുത്തില്ല, അതാണ് പറിച്ച് കളഞ്ഞിട്ട് അവിടെ വേറൊരാളെ മയ്യത്ത് വെക്കണം. ഇതൊരാളെ സ്വന്തം സ്ഥലമല്ല, പൊതു സ്ഥാവശ്യമാണ്. അത് റോട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിൽ പറിച്ച് മാറ്റി മാന്തി കളയണം. നമ്മളെ പള്ളിപ്പാകാട്ടിലാണെന്നുണ്ടെങ്കിൽ അത് മറിച്ച് മാറ്റിയിട്ട് വേറൊരാളെ ഖബർ കറടക്കണം. ഇത്രേ ഇതിന് സാധനമുള്ളൂ, അല്ലാണ്ട് വേറെ ഇതിന് യാതൊരു സാധനവും ഇസ്ലാമിലില്ല. അതുകൊണ്ട് ഓന് മുസ്ലിമായിട്ട് ഓൻ ഖബർ കൊണ്ടു നായയുടെ തലക്കം പുറത്ത് കൊണ്ടുപോയിട്ട് മീസാങ്കല്ലിൽ കുത്തിയെന്നെങ്ങാനും എന്നോട് ആരും ചോദിച്ചിട്ടില്ല. പക്ഷേ അത് ഉള്ളിൽ വെച്ചിട്ട് പലരും എന്നോട് മെസ്സേജ് ചെയ്തു അതെന്താ അങ്ങനെയെന്നല്ലേ. എനിക്കറിയാം എന്നോട് ചോദിക്കാൻ പഠിച്ചിട്ടാണ് ഇത് ചോദിക്കാത്തതെന്ന്. അത് കണ്ടുകൊണ്ട് തന്നെ പറയുന്നതാണ്, ഇത് ഇന്ന കാരണം കൊണ്ടാണ് ഇങ്ങനെ കുത്തിയത്. കല്ലിനെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ചില അവസ്ഥകൾ നമ്മൾ ഖബർസ്ഥാനിൽ നടക്കുന്നുണ്ട്. ബന്ധപ്പെട്ടവർ അത് ശ്രദ്ധിക്കുക. ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. കുറച്ച് നീണ്ടെന്ന് എനിക്കറിയാം, ഞാൻ പറഞ്ഞില്ലേ, ഇത് താല്പര്യമുള്ളവർ മാത്രം ഇത് മുഴുവനായിട്ട് കണ്ടിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അല്ലെങ്കിൽ എനിക്കോ അല്ലെങ്കിൽ എന്നെ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന വേറെ ആൾക്കോ റെഫറൻസിനോ പിന്നീട് ചിലപ്പോൾ ഇത് ഉപകാരപ്പെട്ടേക്കാം. അങ്ങനെ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി പുതിയ വിശദീകരണമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരെ വിടാം.